ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. CPI സ്വന്തം നിലയ്ക്ക് പരിപാടിയിടുന്നു എന്ന് കേട്ടപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. സ്വന്തം നിലതെറ്റിയ കാലത്ത് CPMൽ അഭയം തേടുന്ന പരിപാടിയാണ് അതെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. നാട്ടിൽ അങ്ങിങ്ങ് CPMകാർ BJPയിലേക്കും CPIക്കാർ CPMലേക്കും ഒട്ടിപ്പിടിക്കുമ്പോൾ ദുരന്തം മുഴുവൻ CPIക്കാണല്ലോ. ആ ദുരന്തമാണ് ജനയുഗത്തിലൂടെ പന്നിൻ സഖാവ് പറയാൻ ശ്രമിച്ചത്. പിളർപ്പ് ദുരന്തമാണെന്ന ആപ്തവാക്യം വേവാത്ത പരിപ്പാണെന്ന പിണറായി സഖാവിൻ്റെ മറുപടി കൂടിയായപ്പോൾ വീണ്ടും കിട്ടി അടി. പന്ന്യനെ അന്യനായി കാണുന്ന ഈ പരിപാടി അത്ര ശരിയല്ല. അന്ന് പിളർന്നില്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തരിപ്പണമാകുമായിരുന്നുവെന്ന് പറഞ്ഞാലൊന്നും തളരില്ല CPI. പിളർന്നതുകൊണ്ട് തരിപ്പണമായില്ല എന്ന പ്രതികരണത്തോട് പിളർന്നതുകൊണ്ട് തലവരിപ്പണമായി എന്ന് തിരിച്ചടിക്കാൻ CPIക്കാർക്ക് ബെന്നറ്റ് എന്ന ഒരാളുടെ പിന്തുണ മതി. അരിവാൾ ചുറ്റിക നക്ഷത്രമെണ്ണിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളരും തോറും വളരുമെന്നും തളരും തോറും മുരളുമെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സർവകലാശാലകൾ സർവകലാപശാലകളാകുമ്പോൾ BJP ഒഴികെ സർവ്വ പാർട്ടികളും കശാലപ്പുറത്താണെന്ന് ഓർമ്മിപ്പിച്ച് ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. ഈ ആഴ്ച ചില പുതുമകൾ കൂടി. ആദ്യം ഈ ലക്കത്തിന്റെ ചുരുക്കം, ഇന്നത്തെ പ്രധാന അജണ്ടകൾ. മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. വീട്ടു നമ്പർ 575. മാസ വരുമാനം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. വരുമാനത്തിന്റെ ഉറവിടം ലാവലിംഗ് കേസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തി പുറത്തു പോവുകയാണ്. അഴകാന നീലി വരും വരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. കാലിക്കറ്റ് VC ആകുന്നതിനേക്കാൾ നല്ലത് കാലിക്കിറ്റ് വിൽക്കാൻ പോകുന്നതാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് സമീപകാല കാഴ്ചകൾ. അബ്ദുൽ സലാമിന് സലാം പറയാൻ സമയമായി എന്നാണ് പരക്കെയുള്ള അടക്കം പറച്ചിൽ. എന്തു സംഭവിച്ചില്ലെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും പാവം VCയാണ് കാരണക്കാരൻ. എല്ലാറ്റിനും നടുവിൽ അസ്വസ്ഥനാണ് VC. എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാനാവാത്ത അവസ്ഥ. അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചോരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോനെ നിങ്ങള് കാത്തോളി ഒരൊറ്റ വിളിയാണ്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിയിട്ട് പറയാണ്, നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. നാടുനീളെ നടന്ന് പേരും ഊരും വരുമാനവും ചോദിച്ചറിയുകയാണ് CPM. കുടുംബ സർവേ എന്നാണ് പാർട്ടി വക ജനസമ്പർക്ക പരിപാടിയുടെ പേര്. വീടുകയറി സർവേക്കിടയിൽ അണികൾ വിട്ടുപോകാനിടയുള്ള ചിലരുണ്ട്. അല്ലെങ്കിൽ തന്നെ പാർട്ടി ധൈര്യം കാണിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ കുടുംബ സർവേ നാടകമേ ഉലകം നേരിട്ട് നടത്തുകയാണ്. ചോദ്യങ്ങൾക്ക് പിണറായി സഖാവ് ഉത്തരം പറയുന്നു. ക്വസ്റ്റ്യൻ അവർ. അവരിൽ ഒരാൾ നാടകമേ ഉലകമാണ്, മറ്റേയാൾ
പിണറായി വിജയൻ, AKG സെന്റർ, തിരുവനന്തപുരം. നമസ്കാരം. കുടുംബ സർവേക്ക് വന്നതാണ്. ഞാൻ വിജയൻ എന്ന ഒരു വ്യക്തി, പേരും മേൽവിലാസവും ചോദിക്കുന്നില്ല, ക്രമ നമ്പർ ഒന്ന് പറയാമോ? ഒന്ന് വീട്ടു നമ്പർ, 575, വിദ്യാഭ്യാസം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. തൊഴിൽ, നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കണ്ട, പിന്നീട് നമുക്കൊരു അവസരം എടുക്കാവുന്നെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം. മാസവരുമാനം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. 575 ലക്ഷം കോടിയല്ലേ. ശരാശരി പ്രതിമാസ കുടുംബ വരുമാനം എത്രയാണ്? നല്ലതുപോലെ വരുമാനം കുറയാണ്. APL ആണോ BPL ആണോ? വരുമാനത്തിലുള്ള ഈ അന്തരം അത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ലേ. കൈവശമുള്ള ഭൂമി, 1671 ഏക്കർ ഭൂമി, വരുമാനത്തിന്റെ ഉറവിടം, ലാവലിംഗ് കേസ്, വീട്, റിസോർട്ട് നിർമ്മിക്കാനാണല്ലോ പുറപ്പെടുന്നത്. കുടിവെള്ളം എങ്ങനെയാണ്? ചില പദ്ധതികളുടെ ഭാഗമായി കുടിവെള്ളം പോലും ഇല്ലാതാകുകയാണ്. വാഹനം വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. ഫോൺ കണക്ഷൻ അത് തകർത്ത് കളഞ്ഞില്ലേ. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ? വേണ്ടാന്ന് വെച്ചു. സോഷ്യൽ മീഡിയയിൽ അംഗമാണോ? ഇവരെ ആലോചിച്ചിട്ടേ ഇല്ലാലോ. TV, ഇഷ്ടപ്പെട്ട ചില രംഗങ്ങളൊന്നും സീരിയലുകളൊന്നും കാണാൻ വലിയ തോതിൽ താല്പര്യം ഉണ്ടായില്ല എന്നാണ് കാണുന്നത്. ഗ്രന്ഥശാലയിൽ അംഗമാണോ? അതെ. വിവാഹ നില എന്താണ്? ആത്മഹത്യാ മുനമ്പ്. മിശ്ര വിവാഹമാണോ? ഒരാലോചനയും ആ തരത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ ശരി, കാണാം. അപ്പോൾ ആയി തോന്നുന്നു അല്ലേ? ശരി. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇടത്ത് ഇടഞ്ഞവർ ഇനിയുമുണ്ട്. ഇടവേള കഴിഞ്ഞ് ഇരട്ടത്താപ്പ് കാണാം. നാടകമേ ഉലകം, നാടകമേ ഉലകം. കരമന കളീക്കാവിള റോഡ് നിർമ്മാണം എന്ന് കേട്ടാൽ CPM സമരം നടത്താൻ പോകുന്നു എന്ന് കേട്ട പോലെയാണ്. ചിരി വരും. എന്നാൽ ഇത്തവണ ചിരിക്കാൻ വരട്ടെ, ചിന്തിക്കേണ്ടി വരും. ഇതുവഴിയുള്ള ദേശീയപാതാ വികസനത്തിന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടന്ന വേദിയിൽ നാട്ടുകാരെ ചിന്തിപ്പിച്ചത് V. ശിവൻകുട്ടി MLA ആണ്. പാപ്പനംകോട് മുതൽ ഉദ്ഘാടന വേദി വരെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചാനയിച്ച ശേഷം വേദിയിലെത്തി എല്ലാവർക്കും സ്വാഗതവും പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന പുതിയ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഈ സമരസഖാവ്. ഒരു വശത്ത് പ്രതിഷേധം, മറുവശത്ത് പ്രശംസ. NH-47 ദേശീയപാതയിൽ കഴക്കുട്ടം മുതൽ പാറശാല വരെയുള്ള ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചതു മുതൽ കരമന മുതൽ കളീക്കാവിള വരെയുള്ള റോഡ് നാഷണൽ ഹൈവേ അല്ലാതായി മാറി. നെയ്യാറ്റിൻകര നിന്നും തമ്പാനൂർ വരെയുള്ള 17 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നതിന് 2 മണിക്കൂറിലേറെ സമയം വേണ്ടി വരുന്നുണ്ട്. ഇതുകൂടി പരിഹരിക്കുന്നതിനാണ് UDF സർക്കാർ ഈ പാതയുടെ വികസനം അടിയന്തരമായി ചെയ്തു തീർക്കുവാൻ തീരുമാനിച്ചത്. LDF സർക്കാർ ഈ പാതയുടെ വികസനം അടിയന്തരമായി ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും മറ്റ് സംഘടനകളുടെയും സഹായത്തോടെ മതിയായ നഷ്ടപരിഹാരം നൽകിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ തർക്കങ്ങളോ തടസ്സങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ 3.5 വർഷം UDF സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അനുവദിച്ച 100 കോടി രൂപയിൽ കാൽഭാഗം പോലും ചെലവാക്കുന്നതിന് ഈ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് കേരളത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഏത് കാര്യത്തിനും എപ്പോഴും ചെന്ന് സമീപിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെല്ലാം പ്രശ്നങ്ങളിൽ കുടുങ്ങി നിന്നാലും, എന്തെല്ലാം സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു നിന്നാലും എന്റെ തല കണ്ടാൽ ഉടനെ തന്നെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങൾക്ക് അനുകൂലമായി ഉത്തരവിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. തീർച്ചയായും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ജനകീയ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഡ്ജറ്റിൽ തന്നെ ഒരു പൈസ പോലും അധികമായി ഉൾപ്പെടുന്നതിന് വേണ്ടി തയ്യാറായില്ല. 2010 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് 2014 ഒക്ടോബർ മാസം 24-നാണെന്ന് തന്നെ ഈ സർക്കാരിന്റെ ഈ ദേശീയപാത വികസന പദ്ധതിയോടുള്ള അവഗണനയുടെ ഉത്തമ ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല, ഈ പാതയ്ക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും ഈ സർക്കാർ ബഡ്ജറ്റിലൂടെ നീക്കിവച്ചിട്ടൊന്നുമില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് എല്ലാ മണ്ഡലത്തിലും വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വളരെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയതിനു ശേഷം
ഒരുപാട് മാറ്റങ്ങൾ ആ വകുപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു അഴിമതി രഹിത വകുപ്പായി മാറ്റുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും എബ്രഹാം കുഞ്ഞിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. ശ്രീ എബ്രഹാം കുഞ്ഞിനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. LDF സർക്കാർ നീക്കിവെച്ചതുപോലെ ഈ പാതയ്ക്ക് വേണ്ടി മാത്രം തുക നീക്കിവെച്ചിരുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഈ പാതയുടെ പണി എന്നെ പൂർത്തിയാക്കുമായിരുന്നു. അവർ അതിൽ നിർബന്ധിതമായിരുന്നു. എന്നാൽ UDF സർക്കാർ ഇതിനൊന്നും തന്നെ മെനക്കെട്ടതുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ തെക്കേറ്റത്ത് നിവസിക്കുന്ന ഏറ്റവും പിന്നോക്ക പ്രദേശമായ നിയമം, നെയ്യാറ്റിൻകര എന്നീ നിയോജക മണ്ഡലങ്ങളുടെ വികസനത്തിന് ഉതകുന്ന ഈ പദ്ധതിയോട് UDF സർക്കാർ കാണിച്ച അനാസ്ഥ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ശ്രീ VS ശിവകുമാർ ഈ തിരുവനന്തപുരം ജില്ലയുടെ നിറ സാന്നിധ്യമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശിവകുമാറാണ്. ഇവിടെ ഈ തലസ്ഥാന നഗരിയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, DCC പ്രസിഡന്റായി, പാർലമെന്റ് മെമ്പറായി, തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ മത്സരിച്ച് ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രിയായി, ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ നന്നായി തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശിവകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്കു കയറി ഇടപെടുന്നതിൽ ക്ഷമിക്കണം, എന്നാലും പറയാതെ വയ്യ. പ്രശംസയും പ്രതിഷേധവും ഒരേ വേദിയിൽ ഒറ്റ പ്രസംഗത്തിനിടെ നടത്തുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ? ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ ആലോചിച്ചോളാം. ഞാൻ ആരും എന്നെ പഠിപ്പിക്കുന്ന ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്കറിയാൻ തീരുമാനിക്കാൻ. അസ്വസ്ഥത കാണിക്കണ്ട, ഒരു അസ്വസ്ഥതയും കാണിക്കണ്ട. ഉള്ള വസ്തുത പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഒരു അസ്വസ്ഥയും കാണിക്കണ്ട, ഒരു അസ്വസ്ഥതയും കാണിക്കണ്ട. അവിടെ ഇരിക്കും വരെയായിരിക്കും. ഞാനിവിടെ ഓടുപത്തിറങ്ങി വന്ന ആളൊന്നുമല്ല. ഞാൻ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെ പറയാനുള്ള അവകാശമൊന്നും ഇവിടെ ആരും നിഷേധിക്കൊന്നും വേണ്ട. അതൊക്കെ ഒരു ജനാധിപത്യ വിരുദ്ധവും മര്യാദകേടുമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മയിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തി പുറത്തു പോവുകയാണ്. എന്റെ ശിവനെ, നാടകമേ ഉലകം, നാടകമേ ഉലകം. കൊച്ചി പഴയ കൊച്ചിയല്ല. മെട്രോ വരുന്നു, ഫ്ലക്സ് നിരോധനം നടപ്പിലാക്കുന്നു, കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു, കൊതുകുരഹിത നഗരമാകുന്നു. അങ്ങനെ ആകപ്പാടെ ക്ലീൻ ആവുകയാണ് കൊച്ചിയും കൊച്ചി മേയറുടെ ഇമേജും. ഈ മിഷൻ കൊച്ചി ഏതുകാലത്ത് പൂർത്തിയാവും എന്നു മാത്രമേ ഇനി അറിയാനുള്ളൂ. മിഷൻ കൊച്ചി എന്ന നിലയിൽ ഞങ്ങളൊരു ഫാസ്റ്റ് ട്രാക്ക് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ അതിൻ്റെ എല്ലാ നടപടികളും മുന്നേറുകയാണ്. അഴകാന നീലി വരും, വരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. കൊച്ചി മെട്രോ കേരളത്തിലെ മറ്റ് പ്രോജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വാർഫൂട്ടിങ്ങിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളുള്ളത്. നഗരസഭയുടെ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ ബൃഹത്തായ ഒരു പദ്ധതി അതിന്റെ നിർവഹണ ഘട്ടത്തിൽ തീർച്ചയായും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇനി ഇരട്ട ചോദ്യമാണ്. ആരോടാണ് ചോദ്യമെന്ന് കണ്ടറിയുക. മന്ത്രി അബ്ദുറബ്ബല്ലേ? അതെ. അടിച്ചാൽ തിരിച്ചടിക്കോ? അല്ല, തിരിച്ചടിയൊന്നുമില്ലല്ലോ. എന്താ തിരിച്ചടി ഉള്ളത്? ഇനി ഹൈക്കമൻഡാണ്. ബാറുകളെയും ബിയറുകളെയും പ്രണയിക്കുന്ന മന്ത്രി ബാബുവിൻ്റേതാണ് ഈ ആഴ്ചത്തെ ഹൈക്കമൻഡ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞാനൊരിക്കലും ചായ കാപ്പി കുടിച്ചിട്ടില്ല. ഞാൻ പുക വലിച്ചിട്ടില്ല. ഞാൻ ലിക്കറൊന്നും കഴിച്ചിട്ടില്ല. പൊടി വലിച്ചിട്ടില്ല, മുറുക്കിയിട്ടില്ല.
അങ്ങനെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സോണിയയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഓടി നടന്ന പാർട്ടിക്കാർക്ക് പ്രിയങ്കയെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന് വിളിക്കേണ്ട ഗതിയായി. ഈ കുടുംബത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉറക്കെ കേൾക്കുന്ന കാലം വിദൂരമല്ലെന്ന വിശ്വാസത്തോടെ ഇന്നിവിടെ വാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. നാടകമേ ഉലകം, നാടകമേ ഉലകം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ പോട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിന്നരെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ